ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് BA സോഷ്യോളജി, പേപ്പർ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സയൻസ്, പാർട്ട് 7, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസ്. അതിൽ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. Sociology is a science of society. As a social science, it attempts to study social life as a whole. ഇപ്പോൾ നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ്. സോഷ്യൽ സയൻസ്, സോഷ്യോളജി എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് സോഷ്യൽ ലൈഫിനെ, സാമൂഹ്യ ജീവിതത്തെ മൊത്തം അല്ലെങ്കിൽ ആകമാനമായി പഠിക്കുന്നു. But for the understanding of social life as a whole, sociology requires the help of other social sciences. ഇപ്പോൾ സമൂഹത്തിൽ ജീവിതത്തെ മൊത്തത്തിൽ പഠിക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി സോഷ്യോളജിക്ക് മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളായ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള സോഷ്യൽ സയൻസസിൻ്റെ സഹായം ആവശ്യമാണ്. വിച്ച് സ്റ്റഡി എ പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് സൊസൈറ്റി. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എക്കണോമിക് ആക്ടിവിറ്റീസാണ് പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസും ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് സൊസൈറ്റി, അതായത് പൊളിറ്റിക്കൽ ആസ്പെക്റ്റ്. അതുപോലെ തന്നെ ഓരോ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റാണ് ഹിസ്റ്ററി. അങ്ങനെ ഓരോന്നും പ്രത്യേകമായി പഠിക്കുന്ന സോഷ്യൽ സയൻസസ് ആണ് അതൊക്കെ. അതിനെല്ലാം ആശ്രയിക്കുന്നു ഡാറ്റയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ സോഷ്യോളജി പഠനത്തിന് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മറ്റെല്ലാ സോഷ്യൽ സയൻസസിൻ്റെയും മാതാവ് എന്നറിയപ്പെടുന്നു. സോഷ്യോളജി ഈസ് ദ മദർ ഓഫ് ഓൾ സോഷ്യൽ സയൻസസ്. ഹെൻസ് ഇറ്റ് ഹാസ് എ ക്ലോസ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം, അമ്മ എന്ന് പറയുമ്പോൾ വളരെ അടുത്ത ബന്ധമാണുള്ളത് വിത്ത് ഓൾ സോഷ്യൽ സയൻസസ് ആൻഡ് സോ ഓൾസോ വിത്ത് എക്കണോമിക്സ്. അപ്പോൾ അതുപോലെ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന സോഷ്യൽ സയൻസുമായും സോഷ്യോളജിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് എക്കണോമിക്സ് ഈസ് വെരി ക്ലോസ്, ഇൻറ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? സോഷ്യോളജിയും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ്, ഇൻറ്റിമേറ്റ് ആണ്, വളരെ ക്ലോസ് ആണ്, വളരെ പേഴ്സണലാണ് ബന്ധം. There exists a close relationship between these two because economic relationship bear a close relation to social activities and relationship. അപ്പോൾ നമുക്കറിയാം, എക്കണോമിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. അതായത് സോഷ്യൽ ആക്ടിവിറ്റീസിലെ ഒരു ആക്ടിവിറ്റി തന്നെയാണ് എക്കണോമിക് ആക്ടിവിറ്റി. അതുപോലെ മനുഷ്യർക്ക് സാമൂഹ്യ ജീവിതം എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക ജീവിതവുമായി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് റിലേഷൻഷിപ്പാണ് ഇവ തമ്മിലുള്ളത്, സോഷ്യൽ ലൈഫും എക്കണോമിക് റിലേഷൻഷിപ്പും. Likewise, social relationships are also affected by economic relationship. അപ്പോൾ നമുക്കറിയാം, സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബന്ധങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അത് പരസ്പരം ആശ്രയിച്ചിരിക്കുകയും ചെയ്യുന്നു. എക്കണോമിക് ആക്ടിവിറ്റീസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ആർ സോഷ്യൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുമ്പോൾ അതിലുൾപ്പെട്ടതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഏത് പ്രവർത്തനങ്ങളായാലും ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജോലിക്ക് പോവുക, വൈകിട്ട് വരുന്ന കുടുംബകാര്യങ്ങൾ നോക്കുക, ഇപ്പോൾ ജോലിക്ക് പോകുന്ന അവിടെയുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു കർഷകനാണെങ്കിൽ ആ വ്യക്തിയുടെ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബോത്ത് ആർ മ്യൂച്വലി റിലേറ്റഡ് എന്ന് നമുക്ക് പറയാം. സോഷ്യോളജി ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ളൊരു ശാസ്ത്രമാണ്. അത് കൂടുതൽ പ്രതിപാദിക്കുന്നത് മനുഷ്യരുടെ കൂട്ടായ്മയെയാണ്, അസോസിയേഷനാണ്, അവരുടെ ഒരു ഒത്തുചേരലിനെ കുറിച്ചാണ്. അപ്പോൾ അത് സാമ്പത്തിക ഒത്തുചേരലും ആകാം. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ആൻഡ് ഇൻ്റർ റിലേഷൻസ്, ദെയർ കണ്ടീഷൻസ് ആൻഡ് കോൺസിക്വൻസസ്. അപ്പം നമ്മൾ എന്താണ് സോഷ്യോളജി പഠിക്കുന്നത്? മനുഷ്യൻ്റെ ഇടപഴകൽ, അവൻ്റെ പരസ്പര പ്രവർത്തനങ്ങൾ, അവൻ്റെ സാഹചര്യങ്ങൾ, ആ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലങ്ങൾ. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോഷ്യോളജി
എക്കണോമിക് ആക്ടിവിറ്റീസും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുന്നുണ്ട്. കാരണം ഒരു സോഷ്യൽ ലൈഫിൻ്റെ, ഒരു സൊസൈറ്റിയുടെ ബേസാണ് അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇനി സോഷ്യോളജി, ഹ്യൂമൻ ഇൻട്രാക്ഷൻ പഠിക്കുമ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് എന്താണ്, ഏത് ആക്ടിവിറ്റി മാത്രമാണ് പഠിക്കുന്നത്? ഡീൽസ് വിത്ത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് മാൻ. അവൻ്റെ മറ്റു ഇടപെടലിനെ കുറിച്ച് എക്കണോമിക്സ് കൺസേൺ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത് ആൻഡ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ. സാധാരണ രീതിയിൽ ധനത്തെക്കുറിച്ച്, സമ്പത്തിന്, ഒരുവൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ അവൻ്റെ ഉപജീവന മാർഗ രീതി, ഇതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ റോബിൻസ്, എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ in relation to his unlimited ends and scarce means which have alternative use. അപ്പോൾ ഇവിടെ എക്കണോമിക്സ് എന്താണ് എന്ന് പ്രൊഫസർ റോബിൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയറാണ്. എങ്ങനെയുള്ള ഹ്യൂമൻ ബിഹേവിയർ? അതായത് അവൻ്റെ ഉപജീവന മാർഗം അല്ലെങ്കിൽ അൺലിമിറ്റഡ് എൻഡ്സ്, അവൻ്റെ ഓരോ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ അവന് കിട്ടേണ്ട സാധനങ്ങളുടെ ആ ഒരു ദൗർലഭ്യം നികത്താൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റീവ് യൂസസും, ഇതൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എക്കണോമിക്സ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ സച്ച് ആസ് പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്. അപ്പോൾ എക്കണോമിക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ആക്ടിവിറ്റീസ് ഓഫ് മാൻ ആണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്? ഈ എക്കണോമിക്സിൻ്റെ കൺസേണിലെ മറ്റ് പ്രവർത്തനങ്ങൾ, മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസൊന്നും എക്കണോമിക്സ് കൺസേൺ ചെയ്യുന്നില്ല. ഓൺലി കൺസേൺ വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് മാൻ സച്ച് ആസ് പ്രൊഡക്ഷൻ, അവൻ്റെ ഉൽപ്പാദന രീതി, കൺസെപ്ഷൻ, ഉപഭോഗ രീതി, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ആൻഡ് എക്സ്ചേഞ്ച്, കൊടുക്കൽ വാങ്ങൽ. അപ്പോൾ ഇതൊക്കെയാണ്. ഇതൊക്കെ തന്നെയല്ലേ സോഷ്യൽ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റി നിർത്താൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഈ ഭാഗവുമായി, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ സ്റ്റഡി ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ. അതായത് പല ഓർഗനൈസേഷൻ, എക്കണോമിക് ഓർഗനൈസേഷനായ ബാങ്ക്, മാർക്കറ്റ്, അതായത് ഇത് വിപണി എന്നിങ്ങനെയുള്ള എക്കണോമിക് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഘടനയെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും പഠിക്കുന്നതാണ് എക്കണോമിക്സ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ മെറ്റീരിയൽ നീഡ്സ് ഓഫ് മാൻ ആസ് വെൽ ആസ് ഹിസ് മെറ്റീരിയൽ വെൽഫെയർ. സമ്പത്ത്, മെറ്റീരിയൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ആവശ്യകത, പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ നീഡ്സ് ഓഫ് മാൻ ആസ് വെൽ ആസ് ഈസ് മെറ്റീരിയൽ വെൽഫെയർ, അവന് ലഭിക്കുന്ന പുതിയ മെറ്റീരിയൽസ്, അതിൻ്റെ നേട്ടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് എക്കണോമിക്സ്. However, there exists a great deal of interrelationship between these two sciences. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സോഷ്യൽ ലൈഫ് തന്നെയല്ലേ ഇത്. അപ്പോൾ സോഷ്യൽ ലൈഫ്, സൊസൈറ്റിയുടെ ലൈഫിനെ കുറിച്ചുള്ള പഠനം തന്നെയല്ലേ ഇത്. അപ്പോൾ ഇതും സോഷ്യോളജിയും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം there exists a great deal of interrelationship between these two sciences. അപ്പോൾ നമുക്ക് both are interrelated ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻറ്റ് എന്ന് നമുക്ക് പറയാം. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പരം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബിക്കോസ് ഓഫ് ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ്, തോമസ് ഒപ്പൈൻസ് ദാറ്റ് എക്കണോമിക്സ് ഈസ് ഇൻ ഫാക്ട് ബട്ട് വൺ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. അപ്പോൾ തോമസിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സൊസൈറ്റിയാണ്. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു വലിയൊരു ആക്ടിവിറ്റിയാണ് എക്കണോമിക് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചാണ് എക്കണോമിക്സ് എന്ന് പറയാം. സിമിലർലി സിൽവർമാൻ ഒപ്പൈൻസ് എക്കണോമിക്സ് ഈസ് റിഗാർഡഡ് ആസ് ആൻഡ് ഓഫ് ഷൂട്ട് ഓഫ് സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിയുടെ ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് എന്ന് പറയാം എന്നാണ് സിൽവർമാൻ അഭിപ്രായപ്പെടുന്നത്. വിച്ച് സ്റ്റഡീസ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓൾ സോഷ്യൽ റിലേഷൻ. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾ, പൊതുവായ അല്ലെങ്കിൽ ഒരു ജനറലായ ഒരു തത്വങ്ങൾ
ആണ് ഇതിൽ പറയുന്നത്, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച്. അതാണ് എക്കണോമിക്സ് പ്രതിപാദിക്കുന്നത്. ആൻഡ് ദെയർ ഇൻ്റർ റിലേഷൻഷിപ്സ് ആർ ആസ് ഫോളോസ്. ഇനി ഇവർ തമ്മിലുള്ള എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് പറയുന്നത്. അടുത്തത്, എക്കണോമിക്സ് ടേക്സ് ദ ഹെൽപ്പ് ഓഫ് സോഷ്യോളജി. എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഡാറ്റയ്ക്ക് വേണ്ടി സോഷ്യോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യോളജിയെ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഫോർ ഇറ്റ്സ് ഓൺ കോംപ്രിഹെൻഷൻ എക്കണോമിക്സ് ടേക്ക് ദ ഹെൽപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. ഇനി എന്തെങ്കിലും ഒരു ജനറലൈസേഷൻ ചെയ്യാനോ ഒന്ന് വിവരിക്കുവാനോ എക്കണോമിക്സ് എപ്പോഴും സഹായം വാങ്ങുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് സാമൂഹ്യശാസ്ത്രത്തെയാണ്. എക്കണോമിക്സ് ഈസ് എ പാർട്ട് ഓഫ് സോഷ്യോളജി. ഹെൻസ് വിതൗട്ട് ദ ഹെൽപ്പ് ഫ്രം സോഷ്യോളജി എക്കണോമിക്സ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് തനിയെ നിൽക്കാൻ സാധിക്കില്ല. കാരണം സൊസൈറ്റി എങ്ങനെയാണ്, ആ സൊസൈറ്റിയുടെ സാമ്പത്തിക രീതികൾ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ ഒരു ഭാഗം മാത്രമാണ് എക്കണോമിക്സ്. ഇപ്പോൾ സോഷ്യോളജിയുടെ സഹായമില്ലെങ്കിൽ എക്കണോമിക്സിനെ കറക്റ്റായിട്ട് ആ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനോ ആ സാമ്പത്തിക രീതികളെക്കുറിച്ച് വിവരിക്കുവാനോ ആ സമ്പ്രദായങ്ങൾ എത്രമാത്രം ആ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആണെന്നോ പറയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ പരസ്പരം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. എക്കണോമിക്സ് ഈസ് കൺസേൺ വിത്ത് മെറ്റീരിയൽ വെൽഫെയർ ഓഫ് മാൻ വിച്ച് ഈസ് കോമൺ വെൽഫെയർ. ഈ മെറ്റീരിയൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുവൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആക്കുന്നത് അവൻ്റെ സാമ്പത്തിക നിലവാരമാണ്, അവന് ലഭിക്കുന്ന വരുമാനം, അവൻ്റെ സമ്പത്ത്, അതാണ് അവൻ്റെ ജീവിത രീതി നിശ്ചയിക്കുന്നത്. അത് തന്നെയല്ലേ അവൻ്റെ സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് സാമൂഹ്യക്ഷേമത്തെക്കുറിച്ച് പഠിക്കുവാനും ആ പ്രോഗ്രസ്സിനെ കുറിച്ച് പഠിക്കുവാനും. അതാണ് ഗവൺമെൻറ് പ്ലാനിങ്ങിൽ സഹായകരമായ ഒരു സജഷനായിട്ട് നൽകുന്നത്. അപ്പോൾ ഇത് കൂടുതലും കോമൺ വെൽഫെയർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വെൽഫെയർ തന്നെയാണ്. മെറ്റീരിയൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആണ് അത് കൂടുതൽ പ്രതിപാദിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച്. എക്കണോമിക് വെൽഫെയർ ഈസ് എ പാർട്ട് ഓഫ് സോഷ്യൽ വെൽഫെയർ. ഇപ്പോൾ തീർച്ചയായിട്ടും എക്കണോമിക് വെൽഫെയർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ ആണ്. ഒരു കുടുംബത്തിലെ വരുമാനം, അവൻ്റെ ജോലി ലഭിക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവൻ വാങ്ങുന്ന സ്വത്ത്, അവൻ്റെ വീട്, അവൻ്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അവൻ വാങ്ങുന്ന കാറ്, മറ്റു മെറ്റീരിയൽ തിങ്സ്, അതാണ് അവൻ്റെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നത്. ഫോർ ദി സൊല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് എക്കണോമിക് പ്രോബ്ലംസ് സച്ച് ആസ് ഇൻഫ്ലേഷൻ, പോവർട്ടി, unemployment, etc., economists take the help of sociology and take into account the social events of that particular time. അപ്പോൾ എക്കണോമിക് പ്രോബ്ലംസ് എന്താണ്? നമ്മളെപ്പോഴും എക്കണോമിക് പ്രോബ്ലം, സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് ദാരിദ്ര്യം, അല്ലെങ്കിൽ നമുക്ക് പണപ്പെരുപ്പം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് പ്രോബ്ലത്തെക്കുറിച്ച് ശരിക്കും പഠിക്കണമെങ്കിൽ എക്കണോമിക്സിന് സോഷ്യോളജിയുടെ സഹായം ആവശ്യമാണ്. ആ പ്രസൻറ്റ് സൊസൈറ്റിയിൽ അത് എത്രമാത്രം അതിൻ്റെ ബാധിക്കുന്നു, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, ആ പ്രോബ്ലംസ് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കുന്നത് സോഷ്യോളജിസ്റ്റിൻ്റെ സഹായത്തോടെയാണ്. At the same time, society controls the economic activities of man. അപ്പോൾ തിരിച്ചും സൊസൈറ്റി കൺട്രോൾ ചെയ്യാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതുപോലെ എക്കണോമിക്സ് ഈസ് ഗ്രേറ്റ്ലി ബെനിഫിറ്റഡ് ബൈ ദ റിസർച്ച് കണ്ടക്റ്റഡ് ബൈ ദ സോഷ്യോളജിസ്റ്റ് ലൈക്ക് മാക്സ് വെബർ, വിൽഫ്രഡ് പരേറ്റോ, എക്സെട്ര. ഇപ്പോൾ സോഷ്യോളജിസ്റ്റിൻ്റെ റിസർച്ചേഴ്സ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ പല റിസർച്ച് നടത്തിയിട്ടുണ്ട്. മാക്സ് വെബറും പരേറ്റോവും അവരുടെ ഡാറ്റ ശേഖരിച്ചിട്ടാണ് എക്കണോമിക്സ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സം എക്കണോമിക്സ് ഓൾസോ കൺസിഡർ എക്കണോമിക് ചേഞ്ച് ആസ് ആൻ ആസ്പെക്റ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എക്കണോമിസ്റ്റ് തന്നെ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അതായത് എക്കണോമിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ചേഞ്ചാണ്. നമുക്ക് ഒരു സമൂഹത്തിൽ ഒരു എക്കണോമിക് ചേഞ്ച് ഉണ്ടായാൽ ഉടനെ തന്നെ സമൂഹത്തിന് അതിൽ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ എടുക്കാം. ഇൻഡസ്ട്രിയൽ തലത്തിലുള്ള വലിയ മാറ്റമാണ് സൊസൈറ്റിയിൽ ഒരുപാട് ടെക്നോളജിക്കൽ ചേഞ്ചസും അതുപോലെ ആളുകളുടെ ജീവിത നിലവാരം തന്നെ മാറ്റി വലിയൊരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കിയതും ഒക്കെ ഒരു എക്കണോമിക് ആസ്പെക്റ്റായ ഇൻഡസ്ട്രിയലൈസേഷൻ തന്നെയാണ്.
Economics draws its generalization based on the data that is provided by sociology. അപ്പോൾ സോഷ്യോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ അനുസരിച്ചിട്ടാണ് എക്കണോമിക്സ് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു പൊതുവൽക്കരണം ജനറലൈസേഷൻ ഉണ്ടാക്കുന്നത്. ഒരു സാമാന്യവൽക്കരണം എന്ന് പറയാം, ഒരു ജനറൽ കൺക്ലൂഷൻ ഉണ്ടാക്കുന്നത്. ദസ് എക്കണോമിക്സ് കനോട്ട് ഗോ ഫാർ ഓർ ഡെവലപ്പ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിയുടെ സഹായമില്ലാതെ എക്കണോമിക്സിന് അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോഷ്യോളജിയുടെ സഹായം ആവശ്യമാണ്. സോഷ്യോളജിക്കൽ ഡാറ്റ, അതുപോലെ സോഷ്യോളജിസ്റ്റ് നടത്തുന്ന റിസർച്ച്, അതിൻ്റെ കൺക്ലൂഷൻ, അതെല്ലാം അവർക്ക് ആവശ്യമാണ്. സിമിലർലി സോഷ്യോളജി ഓൾസോ ടേക്ക് ദ ഹെൽപ്പ് ഫ്രം എക്കണോമിക്സ്. ഇപ്പോൾ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൽ നമുക്ക് എപ്പോഴും ഒരു സോഷ്യൽ സർവേ നടത്തുമ്പോൾ നമ്മൾ അവരുടെ ഇൻകം ചോദിക്കാറുണ്ട്, ഓക്യുപ്പേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ സോഷ്യൽ ലൈഫ് മനസ്സിലാക്കണമെങ്കിൽ സോഷ്യോളജിക്കും എക്കണോമിക്സിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ പല കാര്യങ്ങളും എക്കണോമിക്സ്, ഓവൽ പോപ്പുലേഷൻ, അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ സോഷ്യോളജിയും എക്കണോമിക്സും നടത്താറുണ്ട്. പോവർട്ടിയും പൊതുവായ ചില പ്രശ്നങ്ങൾ. അപ്പോൾ എക്കണോമിക്സ് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നു, കൂടുതൽ ഡാറ്റ നൽകുന്നത് കൊണ്ട് സോഷ്യോളജി പല പഠനങ്ങൾക്കും എക്കണോമിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്കണോമിക്സ് ഗ്രേറ്റ്ലി എൻറിച്ചസ് സോഷ്യോളജിക്കൽ നോളജ്. അപ്പോൾ ഈ സാമൂഹ്യ അറിവിലേക്ക്, സോഷ്യോളജിക്കൽ നോളജിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഡാറ്റ സംഭാവന ചെയ്യുന്നുണ്ട് എക്കണോമിക്സ്. ആൻഡ് എക്കണോമിക് ഫാക്ടർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസസ് ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് ഓഫ് സോഷ്യൽ ലൈഫ്. നമുക്കറിയാം, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മളുടെ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് പ്രോസ്പിരിറ്റി തന്നെയാണ്. അപ്പോൾ സോഷ്യൽ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് എക്കണോമിക് ഫാക്ടർ. അപ്പോൾ എക്കണോമിക്സ് ഈസ് എ പാർട്ട് ഓഫ് സോഷ്യോളജി. ഹെൻസ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എക്കണോമിക്സ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് സോഷ്യോളജി പ്രോപ്പർലി. അപ്പോൾ സാമൂഹ്യശാസ്ത്ര പഠനം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന ശാസ്ത്രം പഠിക്കണമെങ്കിൽ എക്കണോമിക്സ് നന്നായിട്ട് മനസ്സിലാക്കണം. ആ എക്കണോമിക് തലങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോളജ് ആൻഡ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ഗ്രേറ്റ്ലി കോൺട്രിബ്യൂട്ട്സ് ടു സൊസൈറ്റി. അപ്പോൾ എക്കണോമിക്സ് നടത്തുന്ന റിസർച്ചും അല്ലെങ്കിൽ മറ്റു അറിവുകളും ഡാറ്റകളും എല്ലാം തന്നെ സോഷ്യോളജി പഠനത്തിനും ആവശ്യമാണ്. ഈച്ച് ആൻഡ് എവറി സോഷ്യൽ പ്രോബ്ലം ഹാസ് ആൻ എക്കണോമിക് കോസ്. നമുക്കറിയാം സോഷ്യൽ പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് സ്ത്രീധനം, സൂയിസൈഡ്, ഇതൊക്കെ. ഇതിൻ്റെ പ്രശ്നം എന്താണ്? സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട്, സാമ്പത്തിക മേന്മയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന് നിൽക്കാത്തത് കൊണ്ടാണ് അവിടെ ഡൗറി കൊടുക്കാനില്ലാത്തത്. അതുകൊണ്ടാണ് അവിടെ ഡൗറി പ്രോബ്ലംസ് വരുന്നത്. സൂയിസൈഡ് അങ്ങനെ തന്നെയാണ്. കടക്കെണി, കർഷകർ ആത്മഹത്യ കൂടുതൽ ചെയ്യുന്നത്, പണം, കാർഷിക വിളവിൽ വരുന്ന നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ അടക്കാൻ പറ്റാതെ വരിക, അത് എക്കണോമിക് പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ എക്കണോമിക് കോസാണ് പല സോഷ്യൽ പ്രോബ്ലത്തിൻ്റെയും പുറകിലുള്ളത്. ഇപ്പോൾ സോഷ്യോളജിസ്റ്റ് ടേക്ക് ഹെൽപ്പ് ഫ്രം എക്കണോമിക്സ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് സോഷ്യോളജിസ്റ്റിന് പറയാൻ പറ്റണമെങ്കിൽ അത് തീർച്ചയായും എക്കണോമിക്സിൻ്റെ സഹായത്തോടെ സാധിക്കുകയുള്ളൂ. മാക്സ് ഒപ്പൈൻസ് എക്കണോമിക്സ് റിലേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൗണ്ടേഷൻ ഓഫ് സൊസൈറ്റി. നമുക്കറിയാം ഏതൊരു സമൂഹത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസ് തന്നെയാണ്. അപ്പോൾ എക്കണോമിക് റിലേഷനാണ് ഫൗണ്ടേഷൻ, സൊസൈറ്റിയുടെ അടിത്തറ നൽകുന്നത് എന്ന് മാക്സ് അഭിപ്രായപ്പെടുന്നു. എക്കണോമിക് ഫാക്ടർ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവറി ആസ്പെക്റ്റ് ഓഫ് അവർ സോഷ്യൽ ലൈഫ്. ദാറ്റ് ഈസ് വൈ സോഷ്യോളജിസ്റ്റ് ആർ കൺസേൺ വിത്ത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യോളജിസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, മാർക്കറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കാരണം എന്താണ്? സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷനാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞു. അത് സോഷ്യൽ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് എക്കണോമിക് ഫാക്ടേഴ്സിന്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ വളരെയധികം കൺസേൺഡ് ആയ ഒരു ഫീൽഡാണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. For this reason, sociologists like Herbert Spencer, Max Weber, Emil Durkheim, and others have taken the help from economics in their analysis of social relationship. അപ്പോൾ ഇവരുടെയൊക്കെ ടോപ്പിക്ക്, സോഷ്യോളജിസ്റ്റിൻ്റെ ടോപ്പിക് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും ഈ സോഷ്യൽ റിലേഷൻഷിപ്പിൽ എക്കണോമിക് റിലേഷൻഷിപ്പും പെടുന്നു. അതുകൊണ്ട് തന്നെ പല
കാര്യങ്ങൾക്കും ഈ സോഷ്യോളജിസ്റ്റ് എക്കണോമിക്സിൻ്റെ സഹായം അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പല തലങ്ങളും അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ദസ് ബോത്ത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സോഷ്യോളജി എക്കണോമിക്സും അത്രയും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ദർ ആർ സം പ്രോബ്ലംസ് വിച്ച് ആർ ബീയിങ് സ്റ്റഡീഡ് ബൈ ബോത്ത് സോഷ്യോളജിസ്റ്റ് ആൻഡ് എക്കണോമിസ്റ്റ്. രണ്ടുപേരും പഠിക്കുന്ന ഒരു കോമൺ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പോവർട്ടി അല്ലെങ്കിൽ ഡൗറി, ഇതൊക്കെ തന്നെ ഒരു കോമൺ പ്രോബ്ലംസ് ആണ്. എക്കണോമിക്സിലും വരുന്നുണ്ട്, അതുപോലെ സോഷ്യോളജിയിലും വരുന്നുണ്ട്. എക്കണോമിക് ചേഞ്ചസ് റിസൾട്ട് ഇൻ സോഷ്യൽ ചേഞ്ചസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് സോഷ്യൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ സമൂഹത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ എക്കണോമിക് ചേഞ്ചസ് സംഭവിക്കുന്നു, അതുപോലെ എക്കണോമിക് ചേഞ്ചസ് സംഭവിക്കുമ്പോൾ സോഷ്യൽ ചേഞ്ചസും സംഭവിക്കുന്നു. However, in spite of the above closeness, interrelationship and interdependence, both the sciences have certain differences which are described below. അപ്പോൾ നമ്മൾ ഇൻ്റർഡിപ്പെൻഡൻസും റിലേഷൻഷിപ്പും വളരെ ക്ലോസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ രണ്ട് സോഷ്യൽ സയൻസാണ്. ഒന്ന് സോഷ്യൽ സയൻസ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത്, ഒന്ന് എക്കണോമിക്സ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറൻസസ് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഇനി താഴെ വിവരിക്കുന്നത്. സോഷ്യോളജി ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രം. അതിലെന്തൊക്കെ വരുന്നു? സോഷ്യൽ റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ വേറസ് എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത് ആൻഡ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തിനെക്കുറിച്ചും ഉപജീവന മാർഗത്തെക്കുറിച്ചും നമ്മളുടെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും ഉള്ള പഠനമാണ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സോഷ്യോളജി ഈസ് എ മച്ച് യങ്ങർ സയൻസ്. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൽ വളരെ റീസെൻ്റായിട്ട് ഉണ്ടായി വന്ന ഒരു ശാസ്ത്രമാണ്, സോഷ്യൽ സയൻസാണ് സോഷ്യോളജി, വിച്ച് ഹാസ് എ വെരി റീസെൻ്റ് ഒറിജിൻ, അടുത്ത് വന്നതാണ്. വേറാസ് എക്കണോമിക്സ് ഈസ് കമ്പാരിറ്റീവ്ലി ആൻ ഓൾഡർ സയൻസ്. കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം പണ്ട് തന്നെ പഴയ കാലം മുതൽ ഉള്ള ഒരു ശാസ്ത്രമാണ്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ്, സോഷ്യോളജി ഈസ് ആൻ അബ്സ്ട്രാക്ട് സയൻസ്. പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്താണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനും തൊടുവാനും സാധിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ കുടുംബം, മാരേജ്, പിന്നെ അതുപോലെ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ സിമ്പിൾസൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊരു അബ്സ്ട്രാക്ട് സയൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സോഷ്യോളജിയിൽ അത് അബ്സ്ട്രാക്ട് സയൻസ് ആണ് എന്ന് പറയാം. എന്നാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വെൽത്ത്, പ്രോപ്പർട്ടി ദാറ്റ് വി ക്യാൻ ടാഞ്ചിബിളുമാണ്, നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും, അതുപോലെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് എക്കണോമിക്സ് ഇപ്പോൾ പണമാണെങ്കിലും മറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും ബിൽഡിങ്ങും ആണെങ്കിലും ദാറ്റ് ഇസ് എ കോൺക്രീറ്റ് ഇൻ നേച്ചർ. നാലാമത്തെ ഡിഫറൻസ്, സോഷ്യോളജി ഈസ് എ ജനറൽ സോഷ്യൽ സയൻസ്. കാരണം സോഷ്യോളജി എന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളെയും പ്രതിപാദിക്കുന്നു. അതിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിവിശാലമാണെന്ന് നമുക്കറിയാം. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് സോഷ്യോളജി. അതുകൊണ്ട് അതൊരു ജനറൽ സോഷ്യൽ സയൻസ് ആണ്. വെറസ് എക്കണോമിക്സ് ഈസ് എ സ്പെഷ്യൽ സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്കണോമിക് തലങ്ങളെക്കുറിച്ച്, എക്കണോമിക് ലൈഫിനെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് എ സ്പെഷ്യൽ സോഷ്യൽ സയൻസ്. ഇനി അഞ്ചാമത്തത്, സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഈസ് വെരി വൈഡ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ തലങ്ങളെയും കുറിച്ച് വളരെ വിശാലമായ തലമാണ് സോഷ്യോളജിയുടെ ഫീൽഡിൽ വരുന്നത്. വേറസ് ദ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ഈസ് വെരി ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്കണോമിക് തലങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എക്കണോമിക് പഠനം. ഇനി ആറാമത്തെ ഡിഫറൻസ്, സോഷ്യോളജി ഈസ് കൺസേൺ വിത്ത് ദ സോഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് മാൻ. അതായത് മനുഷ്യൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് എല്ലാ തലങ്ങളിലും ഉണ്ട്. അത് എല്ലാ ഫീൽഡിലും മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടാണ് സോഷ്യോളജി പഠനം. എന്നാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസ് മാത്രമാണ് കൺസേൺ ചെയ്യുന്നത്, കൂടുതൽ പ്രതിപാദിക്കുന്നത്. ഇനി ഏഴാമത്തെ ഡിഫറൻസ്, സൊസൈറ്റി ഈസ് സ്റ്റഡീഡ് ആസ് എ യൂണിറ്റ് ഓഫ് സ്റ്റഡി.
ഇൻ സോഷ്യോളജി. അപ്പോൾ യൂണിറ്റ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി എന്താണ്? സമൂഹമാണ്. സമൂഹത്തെ ആണ് സോഷ്യോളജിയുടെ പഠന യൂണിറ്റായിട്ട് എടുത്തിരിക്കുന്നത്. എന്നാൽ എക്കണോമിക്സിൻ്റെ പഠന യൂണിറ്റ് എന്താണ്? മനുഷ്യനാണ്. വെറസ് മാൻ ഈസ് ടേക്കൻ ആസ് എ യൂണിറ്റ് ഓഫ് സ്റ്റഡി ഇൻ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ പഠന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്. ഇനി എട്ടാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിഫറൻസ്, ബോത്ത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ റെസ്പെക്റ്റ് ഓഫ് മെത്തേഡ്സ് ആൻഡ് ടെക്നോളജി ദേ യൂസ് ഫോർ ദെയർ സ്റ്റഡി. അപ്പോൾ പഠനത്തിന് റിസർച്ചിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സും ടെക്നിക്സും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സോഷ്യോളജി, ഇപ്പോൾ ഇത് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല, സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. നമ്മളവിടെ സർവേ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, അങ്ങനെയുള്ള പല റിസർച്ച് മെത്തേഡൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ കൂടുതലും ഫീൽഡ് സ്റ്റഡിയൊക്കെയാണ്. എന്നാൽ എക്കണോമിക്സിൽ അവിടെ ഡിഡക്ഷൻ, ഇൻഡക്ഷൻ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്, കണക്കുകളും രേഖകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് BAക്ക് പലപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കുമായി ഉടനെ എത്താം.